നിന്റെ അടുത്ത് സംസാരിക്കണം. താഴെ വാ. സോറി ഐശ്വര്യ, ആദ്യമായിട്ട് വെള്ളം അടിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ മറന്ന് എന്തൊക്കെയോ വിളിച്ചു. മനസ്സിലായല്ലോ, സ്ഥലം വിട്. അല്ല ഐശ്വര്യ, എനിക്ക് കുറച്ച് സമയം താ. ഞാൻ തനിയൊരു ജിംനേഷ്യം തുടങ്ങാൻ പോവാ. 4-5 വർഷം കൊണ്ട് നല്ലൊരു ലെവലെത്തുന്നേ. കാർത്തിക് പ്ലീസ്, നിന്റെ ലൈഫ് സ്റ്റൈലും എന്റെ ലൈഫ് സ്റ്റൈലും വെവ്വേറെയാണ്. ഉറപ്പായിട്ടും നമ്മൾ തമ്മിൽ ശരിയാവില്ല. അതൊന്ന് മനസ്സിലാക്ക്. സ്ഥലം വിട്. എന്ത് ലൈഫ് സ്റ്റൈല്? നിന്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിയോളാം. എന്നെ ഒന്ന് വിശ്വസിക്കേ. കാർത്തിക് പ്ലീസ്, ഒന്ന് നീ പോ. ഐശു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഐശ്വര്യ. ഒന്ന് മനസ്സിലാക്ക്. ദേ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഒന്ന് നിർത്താമോ? എന്താ നിനക്ക് മനസ്സിലാവാത്ത? ഐശു, ഇനി ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടെന്ന് അറിയില്ല. പറയണ്ട. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? പിന്നെ ഞാൻ ഒന്ന് ചെയ്യാം. നീ നാളെ രാവിലെ വാ, ഞാൻ നിന്റെ കൂടെ വരാം. ഒരു ദിവസം മുഴുവനും നീ എന്നെ എങ്ങനെ നോക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഡിസൈഡ് ചെയ്യാം. ഇപ്പൊ പോ നോക്കാം. ഒരു ദിവസോ? ഞാൻ നന്നായി നോക്കും. താങ്ക്സ് ഐശ്വര്യ. നാളെ തന്നെ ഉണ്ടാവില്ല അല്ലേ? ഞാൻ നോക്കട്ടെ. ഇപ്പൊ പോവാൻ. ഐഷു, കാർത്തിക് പാവല്ലേ? അവന് നീ പറഞ്ഞു മനസ്സിലാക്കി വിടേണ്ടതല്ലായിരുന്നു. അവനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നാളെ വരട്ടെ, ഞാൻ തന്നെ മനസ്സിലാക്കി കൊടുക്കാം. കള. പറയ ഐശ്വര്യ. എവിടെയാ നീ? ഓൺ ദ വേയിലാ, വന്നോണ്ടിരിക്കുക. എന്തിലാ വരുന്നേ? ബൈക്കിലാ വരുന്നേ. എനിക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. എനിക്ക് പനി തരാൻ വേണ്ടി കൊണ്ടു നടന്നില്ലേ ബെൻസ് കാർ, അത് കൊണ്ടുവന്നാ മതി. അയ്യോ ഐശ്വര്യ, അത് ഗണേശ് ചേട്ടന്റെ വണ്ടിയല്ലേ? ചേട്ടനിപ്പോ ഷൂട്ടിങ്ങിലാ ഉള്ളത്. ഓക്കെ, എന്നാ വേണ്ട. അല്ല ഐശ്വര്യ, ഞാൻ സർ, അതായത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ക്ലൈമാക്സിന്റെ ഒരു ലീഡ് സീനാ അത്. ഒരു ഓടി 116 കാർ സ്പീഡിൽ അങ്ങോട്ട് വരുമ്പോ പെട്ടെന്ന് ഹീറോ ഡൈവ് ചെയ്ത് എൻട്രി ആയിട്ട് തിരിഞ്ഞ് എല്ലാവരെയും ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോ, ചേട്ടാ വണ്ടിയുടെ താക്കോലൊന്ന് വേണം. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നീ ആ പെണ്ണിന്റെ വീട്ടിൽ പോയി ബഹളം വെച്ചല്ലേ? നിന്നോട് കുറച്ച് സംസാരിക്കണം. നീ അവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ വരാം. ഐഡിയ തന്ന ചേട്ടനല്ലേ? കാറിന്റെ താക്കോലിങ് തന്നെ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം സാർ. കാർ ഇന്ന് എനിക്ക് ആവശ്യമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, കോൾ ടാക്സി പിടിച്ചു പോ. ചെല്ല്. നിങ്ങളുടെ ഈ പടം ഓടില്ല. എന്താ നിങ്ങൾ പറഞ്ഞേ? അയ്യോ, അങ്ങനെ പറയരുത് സാർ. അവിടെ ഇരിക്കും സാർ. ഓടുകയല്ല സാർ, പ്രേമകഥയല്ലേ എടുക്കുന്നേ. അതിന് സപ്പോർട്ട് ചെയ്തില്ല എങ്ങനെ ഓടുന്ന? എത്രയും സ്ഥലം കാലിയാക്കും. പോ. ഇല്ല സാർ, നല്ല സ്റ്റോറിയാ സാർ ഇത്. ചേട്ടന്റെ ഇവിടെ സൂപ്പർ ഹിറ്റാ സാറേ. ഇത് പൊളിക്കും. അടുത്ത പ്രിയദർശൻ നിങ്ങളാ. പറഞ്ഞു വന്നത് ക്യാമറ ട്രോളിയിലൂടെ ബാക്കിലോട്ട് ഇങ്ങനെ വരും. ഐഷു, ഞാൻ കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടേ. വരാം. ഒടുങ്ങുന്ന ലക്ഷണമില്ലല്ലോ. ഇവനിട്ടൊരു പണി കൊടുക്കണം. ടെൻഷൻ ഉണ്ടല്ലേ? ഇപ്പൊ നോക്കാം. ഇതെന്തായി ചെയ്യുന്നേ? നിന്റെ തലയ്ക്കെന്താ വട്ട? സിൻസിയർ ആയിട്ട് ലവ് ചെയ്യുന്ന ഏത് ചെറുക്കനെങ്കിലും ലവർ ഇതുപോലെ ഡ്രസ് ചെയ്യുന്നത് ഇഷ്ടമാവോ? ഇപ്പൊ നോക്കിയോ, ഞാൻ താഴെ പോവും, ഡ്രസ്സിനെ കുറിച്ച് അവൻ എന്തെങ്കിലും പറയും, അവിടെ തന്നെ എല്ലാം അവസാനിപ്പിച്ചിട്ട് വരാം. ഓ, പോവാമോ? ഏയ്, എന്താ ഇത്? ഇതെന്തൊരു ഡ്രസ്സാ? ഇപ്പൊ തന്നെ എന്റെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയോ? ഞാനിങ്ങനെ ഡ്രസ് ചെയ്യൂ. നിനക്ക് ഇഷ്ടമില്ലല്ലോ. ഐ നോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ നമ്മൾ തമ്മിൽ ശരിയാവില്ല എന്ന്. നീ പോയിക്കോ, ഞാൻ വരുന്നില്ല. നിക്ക്. സൂപ്പർ ആയിട്ടുണ്ട്. വാ ഐഷു, എങ്ങോട്ടാ പോണ്ടേ? നിനക്ക് എന്റെ ഡ്രസ് ഇഷ്ടമായില്ലല്ലോ. ഷോപ്പ് സ്റ്റോപ്പോ പോ. Swag, the shades, the clothes, I've lost
them all. The money, the power, the respect, I've lost them all. ഐഷു ഇതൊക്കെ നോക്ക്, ഇതിലേതിട്ടാലും നിനക്ക് നന്നായിട്ട് ചേരും. ആ അങ്ങനെയാണോ? ആ വാ വാ. ഈ ഡ്രസ് കൊള്ളാമോ? പാക്ക് ദിസ്. ഈ ഡ്രസ് എങ്ങനെയുണ്ട്? പാക്ക് ദിസ് ടു. ഇതോ? ഇത് അത്രയും നന്നായിട്ട്. വളരെ നന്നായിട്ടുണ്ട്. പാക്ക് ദിസ്. ഞാൻ ട്രയൽ നോക്കട്ടെ. നീ ഇതിനൊക്കെ പേ ചെയ്. എല്ലാം കൂടി ബിൽ ചെയ്തേക്ക്. ഓൾ ഓഫ് ദിസ്. ബിൽ പേ ചെയ്തോ? തരാടാ നിനക്ക് അടുത്ത പണി. എക്സ്ക്യൂസ് മീ, ഇതിലേതാണ് എക്സ്പെൻസീവ് പെർഫ്യൂം? ഈ പെർഫ്യൂം എടുത്തു മാഡം. 7,000. ഗുഡ്. One second. Perfume, makeup kit and sandals. ഇതെല്ലാം വേണോന്നോ? എന്താ വാങ്ങി തരില്ലേ എനിക്ക്? അല്ല, അങ്ങനെ- എനിക്കെന്നെ വേണമല്ലോ. വേണം. എന്നാ വേഗം പേ ചെയ്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. വേഗം വേണം. ഓക്കെ. സാറിന്റെ കാർഡ് ഡിക്ലെയർ ആയി. അല്ല, ഇതിലൊരു 30,000 ഉണ്ടായിരുന്നു. ഇല്ല സാർ, ബിൽ എമൗണ്ട് 7,000. ഒരു Okay, മിനിറ്റ്. sir. ചേട്ടാ, അർജന്റായിട്ട് ഒരു 50,000 രൂപ വേണം. എങ്ങനെങ്കിലും എനിക്കൊന്ന് അയച്ചു തരണം. എന്താടാ കാശിന് ഇത്ര അത്യാവശ്യം നിനക്ക്? ഐഷുവിന്റെ കൂടെ ഷോപ്പിങ്ങിന് വന്ന ചേട്ടാ, അവൾക്ക് ഡ്രസ്സ് വാങ്ങണം. എടാ നീ പോയത് അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. പിന്നെ തുണി മേടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ചേട്ടാ, ചേട്ടനിപ്പോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല്ലേ? അത് പറ. എടാ ക്യാഷ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ കുഴപ്പമില്ല. എന്നാലേ ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. ജീവിതത്തിൽ ഒരുപാട് മണിയടിച്ചടിച്ച് ഒടുക്കത്തെ മണിയടിയാണല്ലോ ഇവൻ. ഐഷു, ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഐശ്വര്യ, ഒന്ന് സംസാരിക്കണമായിരുന്നു. പറ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്നേഹം എന്ന് പറയുന്നത് മനസ്സിനുള്ളിലുണ്ടെങ്കിൽ ജീവിതത്തിൽ വേറൊന്നും ആവശ്യമില്ല. നീ എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് നേടാൻ കഴിയുമെന്ന് എനിക്ക് നന്നായി അറിയാം ഐഷു. നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. നോക്ക്, നിന്നോട് തന്നെയല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ആ കേൾക്കുന്നുണ്ട്. പ്രേമം, അതിൽ വിജയിക്കും, ഞാൻ ഇല്ലാത്ത ഒരു ജീവിതം, അതൊക്കെയല്ലേ. നീ കണ്ടിന്യൂ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല ഐശ്വര്യ. തീർച്ചയായും എനിക്ക് ഒരു 6-7 വർഷത്തിൽ നല്ല നിലയിൽ എത്താൻ സാധിക്കും. ഒന്ന് വിശ്വസിക്കേ. 7 years? അതെ. ഒരു മിനിറ്റ് ചേട്ടാ, പറയേട്ടാ. കാർത്തികേ, നിന്റെ ആള് കരയുകയാണോ അതോ നിന്നെ കരയിച്ച് പിഴിഞ്ഞെടുക്കുകയാണോ? അവളെങ്ങനെ കരയാന്? കല്ലുപോലെ ഒരു കുലുക്കവും ഇല്ല അവൾക്ക്. ഡാ നീ ഇപ്പൊ എവിടെയുള്ളത്? ഇവിടെ മായാജാലുണ്ട്. കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് നീ ഇപ്പൊ നിൽക്കുന്നത്. അവിടെ വിണ്ണൈ താണ്ടി വരുവായി എന്ന തമിഴ് പടം ഓടുന്നുണ്ട്. ആ സിനിമ അവളെ കൊണ്ട് കാണിക്കാൻ നോക്കടാ. എന്താ ഈ ഒരു സിറ്റുവേഷനിൽ സിനിമയ്ക്ക് എങ്ങനെയാ പോകുന്നേ? എടാ നീ ആദ്യം ചെയ്യേണ്ടത് അവളെ ഫീലിംഗിലേക്ക് കൊണ്ടുപോവാ. പിന്നീട് നിന്റെ ഫീലിംഗ് അങ്ങോട്ട് എടുത്തിട്ട് അവിടെ ലോക്കാകുകയല്ലേ. ഇത് കൊള്ളാലോ. എന്നാൽ പടം തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം അകത്തോട്ട് നിങ്ങൾ പോവാൻ. എന്തിനാ അത്? അപ്പോ തിയേറ്ററിനകം മുഴുവനും നല്ല ഇരുട്ടായിരിക്കും. സീറ്റ് കാണിച്ചു തരാന്ന് പറഞ്ഞ് ലൈറ്റായിട്ടൊന്ന് തൊട്ട് തലോടി വിടറാ. അങ്ങനെ ഒരു കിസ് റേഞ്ചിലേക്ക് പോയെന്ന് വെച്ചോ, നിന്റെ പഴയ ഫ്ലാഷ് ബാക്കിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അവൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഓക്കെ ചേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നമുക്കൊരു സിനിമ കണ്ടാലോ? ലവ് ഫിലിം. സാറിന് ലവ് ഫിലിം കാണണോ അത്ര? ആ പോകാം സാർ. ആ ടിക്കറ്റ് എടുക്ക് പോകുമ്പോ. നോക്കി പോ. കുറച്ച് ഇവിടെ. പോ, പോപ്കോൺ വാങ്ങിട്ട് വാ. അല്ല, കുറച്ച് കഴിഞ്ഞ്. ഹലോ, സോറി ബ്രദർ, സോറി.
ഉം. ഇതാ. ഇത് ബട്ടർ പോപ്കോൺ ആണോ? ആ അതെ ബട്ടറാ. ഞാൻ ഡയറ്റിലാണ്. എനിക്ക് പ്ലെയിൻ പോപ്കോൺ ആണ് വേണ്ടത്. இப்படி பண்ணாத ஃப்ரெண்ட்ஸ்னு சொன்னேன் ஃப்ரெண்ட்ஸ் இப்படி தான் ഓ, பிஹேவ் ഇനി பண்ணுவாங்க ഇവന്റെ ചീത്ത കേൾക്കണമല്ലോ. அப்புறம் ஏன் இப்படி சொன்னேன் അയ്യോ ഹലോ മിസ്റ്റർ எவ்வளவு தைரியம் தான் என் கையை பிடிச்சு ട്രെയിനില് நான் உன்னை கிஸ் பண்ண அதுக்கப்புறம் அப்ப இது லவ் தானே? உன் காலை பிடிச்சேன், நீ என்னை தடுக்கல. இது லவ் தானே ஜெஸ்ஸி? ஒரு ஃபென்டாஸ்டிக்கான கெமிஸ்ட்ரி இருந்தது நமக்குள்ள. அதை நீ ரியலைஸ் അയ്യോ അയ്യോ. എനിക്കിപ്പോ കോക്ക് വേണം. எனக்கு ஒன்று பிடிச்சிருக்கு ஆனா எனக்கு இது வேண்டாம். எனக்கு எந்த பிரச்சனையும் வேண்டாம். இப்போ எனக்கு இது sorry. வேண்டாம். வெரி சிம்பிள். புரியுதாடா? ഡയറക്ടർ എത്ര ഫീൽ ചെയ്ത് എടുത്തേക്കാന്ന് നോക്ക്. ആരും സ്നേഹിച്ച് വേർപിരിയരുത്, ആ വേദന ഒരിക്കലും സഹിക്കാനാവില്ലെന്നാ. പക്ഷെ സ്നേഹിച്ചില്ലെങ്കിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ. എന്തിനാ സ്നേഹിക്കുന്നത്, പിന്നെ എന്തിനാ പിരിയുന്നത്? ഹലോ നിങ്ങൾ പുറത്തു പോയി കാര്യം പറഞ്ഞാൽ മതി. എടാ കിഴങ്ങ ദേവി എന്നെ ശല്യം ചെയ്യാതെ. ശരിയാവില്ല. ഞാൻ പറയാം. സ്നേഹം എന്ന് പറഞ്ഞാ ഹലോ പറഞ്ഞു കേട്ടില്ലേ, പുറത്തു പോയി വഴക്കുണ്ടാക്കാനാ. ഡാ പൊട്ടക്കണ്ണോ, വേണമെങ്കിൽ നീ പുറത്തു പോയിരുന്ന സ്ഥലമാണ്. മര്യാദക്ക് സംസാരിക്കേ, എന്റെ അടുത്ത് വേണ്ട. ഏയ്, എന്നെ കുറിച്ച് അറിയില്ല നിനക്ക്. സോറി ബ്രദർ. നീ എന്തിനാ ഇവന്റെ അടുത്തൊക്കെ സോറി ചോദിക്കുന്നത്? അയ്യോ അതൊന്നും സാരമില്ലെന്ന്. എടാ തടിയാ, എന്താ നിനക്ക്? ഞാൻ അങ്ങനെ തന്നെ സംസാരിക്കും. കേക്കാൻ വയ്യെങ്കിൽ അടിച്ച് പുറത്ത് ഞാൻ പോടാ. ശരിയാക്കുന്നതിനെ. എന്താടാ, എന്താ വലിയ റൗഡിയാണ് നീ ആരാ? സംസാരം, ആ? പെണ്ണുങ്ങളെ പോലെ സംസാരിക്കടി, നീ ആരാടി? അതെ, ഞാൻ ഇങ്ങനെ സംസാരിക്കും. നീ ഒരു ആണാണെങ്കിൽ പുറത്ത് വാ. ദാ, ആരാ ഈ പുറത്ത് വരാൻ. ആരാടി? നീ എന്നെ അയ്യോ, ഇവിടെ പുറത്ത് വന്ന് ഇടിച്ച് അടിച്ച് നിന്നെ. ശരിയാക്കടി, നീ വാ. ഇങ്ങോട്ടാ. വാടി പുറത്ത്. ആ, വന്നെടാ, ഇറങ്ങി വാടി. വന്നു. നിർത്തി ചെയ്യും. എന്തിനാ ചെയ്യുന്നത്? നിന്നെ കണ്ടിട്ട് മാറി പേടിക്കാൻ നിൽക്കാ. പുറത്തോ? ആ? മാറി നിൽക്കടി. ഇവനെ അടിക്കോ? എന്നാ ആ, നിന്റെ സീനൊക്കെ ഞാൻ അഹങ്കാരി. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്കടാ. നീ കളിക്കാൻ വരുന്നല്ലേ? മനസ്സിലാവും. ആ, വാടാ. കാർത്തി, കാർത്തി, കാർത്തി. മാറ്. എവിടെ അവൻ? അവൻ എപ്പോഴോ പോയി. ഓ നോ. വരാം. ഐഷു സാർ 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 ബില്ല് ബില്ല് ബില്ല്. ഹലോ, ഏയ്. ലിസൺ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ ആരും ബിൽ പേ ചെയ്യണ്ട. ഇത് എന്റെ ട്രീറ്റ്. ഈ ബിൽ എന്റെ ബോയ് ഫ്രണ്ട് പേ ചെയ്യും. വെയിറ്റർ, മച്ചു, അളിയ, അർജന്റായിട്ട് എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. ഒരു 85,000, 30,000 നിന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഒന്ന് ഇടറാ. ശരിടാ, അക്കൗണ്ട് നമ്പർ അതെ, അടിപൊളി പാർട്ടിയായിരുന്നു കേട്ടോ. താങ്ക് ആ, യു. ആ, ഓക്കേ ഓക്കേ, ടാറ്റാ. വളരെ നന്ദിയുണ്ടോ. ഇതാ കാർഡ്. സാർ ബില്ല്. സാറേ ഒരു മിനിറ്റ്, ഒരു ബില്ല് കൂടിയുണ്ട്. റൂമിലെ മിനി ബാർ യൂസ് ചെയ്തിട്ടുണ്ട് സാർ. ആൻഡ് ദിസ് ഇസ് എ ബിൽ ഫോർ ദാറ്റ് സാർ. സാറ് തെറ്റായി വിചാരിക്കരുത്. ഈ ഫോൺ ഇവിടെ വെച്ചോ. സാർ ഞാൻ ക്യാഷ് സെറ്റിൽ ചെയ്തതിന് ശേഷം ഫോൺ വന്ന് വാങ്ങിച്ചോളാം. പ്ലീസ് സാർ. ഓക്കെ സാർ, വളരെ നന്ദിയുണ്ട് നോ സാർ. പ്രോബ്ലം സാർ. എന്നാ പോയേക്കാം. പോകാം. ശ്ശേ, വീണ്ടും എസ്കേപ്പായി. എന്താ കാർത്തിക്, വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ അതോ അപ്പാർട്ട്മെന്റിലോ? അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ പോകാം. പിന്നെ രാവിലെ മുതല് എത്ര കാശ് ചെലവായി കാണും? എന്താ ചോദിച്ചേ? ചുമ്മാ ഒന്ന് പറ. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ചെലവായി കാണും. ഓ, ഈ ചെലവിനെ നീ എങ്ങനെ ബാലൻസ് ചെയ്യും? അത് ഞാൻ നോക്കിയോളാം. എങ്ങനെ? ബാങ്കില്
പേഴ്സണൽ ലോൺ എടുത്ത് ഒരു 1 year EMI കിട്ടും, അങ്ങനെയല്ലേ? അല്ല, നീ എത്ര സമയം ചോദിച്ചത്? എന്തിന്? അല്ല, ജീവിതത്തിൽ സെറ്റിൽ ആകണമെന്ന് പറഞ്ഞില്ലേ? അത് പിന്നെ ഒരു 4-5 വർഷത്തില്. നീ പറഞ്ഞതുപോലെ 4-5 വർഷത്തിൽ സെറ്റിൽ ആയെങ്കിൽ സൂപ്പർ. ആയില്ലെങ്കിലോ? അല്ല, ഇപ്പൊ എനിക്ക് 24 വയസ്സായി. ഇനി 4-5 വർഷം കഴിഞ്ഞ 29. ഇപ്പൊ ഞാൻ സ്റ്റൈലായിട്ടില്ലേ? അപ്പൊ ഞാൻ ആന്റിയാ. പിന്നെ ആരെന്നെ കെട്ടിക്കൊണ്ട് പോവാനാ? എന്തിനാ നീ ഇങ്ങനെ എല്ലാം നെഗറ്റീവായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? കുറച്ചെങ്കിലും പോസിറ്റീവായിട്ട് ആലോചിക്കുക. ശരി, നീ പറയുന്ന പോലെ പോസിറ്റീവായിട്ട് എന്നെ ആലോചിക്കാം. ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കുന്നു വെച്ചോ. കല്യാണം എവിടെ വെച്ച് നടത്താം? നല്ല ഗ്രാൻഡ് ആയിട്ട് റിച്ച് ആയിട്ട് ചെയ്യണ്ടേ? ഒന്നെങ്കിൽ താജ് ഹോട്ടൽ, അല്ലെങ്കിൽ പാർക്ക് ഹോട്ടൽ. മനസ്സിലായി. ആ റേഞ്ചിൽ പോകാൻ പറ്റില്ലല്ലേ? കുറച്ച് കുറവായിട്ട് ഏതെങ്കിലും കല്യാണ മണ്ഡപത്തിൽ വെക്കാന്ന് വെച്ചോളൂ. അതിനും ചെലവുണ്ടല്ലോ. മണ്ഡപം, ഇൻവിറ്റേഷൻ, ഡ്രസ്, ആഹാരം, ഓർക്കസ്ട്ര. കല്യാണത്തിന് മുമ്പ് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പാർട്ടി, നിന്റെ ഫ്രണ്ട്സിന് പാർട്ടി, ആഫ്റ്റർ മാരേജ് പാർട്ടി. എങ്ങനെയും ഒരു 15 ലക്ഷം ചെലവാക്കണം. ഈ 15 lakhsന് നീ എന്ത് ചെയ്യും? ഇന്ന് 1 ലക്ഷം ചെലവാക്കിയതിന് തന്നെ നീ 1 വർഷം മുഴുവൻ EMI പേ ചെയ്യണം. 15 lakhsന് 15 years EMI പേ ചെയ്യണം. കല്യാണം എന്ന് പറയുന്ന ഈ 2 ദിവസത്തെ കൂത്തിന് നീ 15 വർഷം പാടുപെടണം. വല്ല ആവശ്യമുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് നീ എന്റെ അടുത്ത് സംസാരിക്കുന്നതിനേക്കാളും ബാങ്കുകാരോട് സംസാരിച്ച് നിന്റെ തൊണ്ട പൊട്ടും. ശരി ശരി, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമുക്ക് എന്തിനാ ഈ ആവശ്യമില്ലാത്ത ചെലവൊക്കെ? കല്യാണത്തിന് വളരെ സിമ്പിൾ ആയിട്ട് കൊച്ചൊരു അമ്പലത്തിൽ നടത്താം. ഈ EMI ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. കല്യാണ കാര്യം ഓക്കെ. ഹണിമൂൺ? കല്യാണം വളരെ സിമ്പിൾ ആയിട്ട് നടത്തി കഴിഞ്ഞു. അപ്പൊ ഹണിമൂൺ എങ്ങനെയാ? സ്വിറ്റ്സർലാൻഡിലാ കൊണ്ടുപോകാൻ പോണ? അതും സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ആയിക്കോട്ടെ. വീടെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ചേരിയില് 10-10 റൂം അല്ലേ കാർത്തിക്? എന്തിനാ വെറുതെ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്നത്? ആഫ്റ്റർ മാരേജ് നല്ലൊരു വീട് തന്നെ നോക്കാം. നോക്കാലോ, ഒരു നല്ല വീട് തന്നെ നമുക്ക് നോക്കാം. പക്ഷെ മിനിമം 15,000 എങ്കിലും വാടക കൊടുക്കണ്ടേ? വീട്ടു വാടക 15,000. അതും അല്ലാതെ പാല്, പച്ചക്കറി, തേങ്ങ, മാങ്ങ, കറണ്ട്, വെള്ളം, ഇങ്ങനെ ഇനിയൊരു 15,000 ആവില്ലേ? വലുതായിട്ടൊന്നും ചെയ്യാതെ ഒരു സാധാരണ രീതിയിൽ ജീവിക്കാൻ തന്നെ മാസം 30,000 രൂപ വേണം. നീ വാങ്ങുന്ന ശമ്പളം വെച്ച് നമുക്ക് 15 ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല. സോ അത് ബാലൻസ് ചെയ്യാൻ നീ ഓടണം, മറ്റൊരു വശം ഞാൻ ഓടണം. മാരേജ് ലൈഫ് മിഷൻ ലൈഫായിട്ട് മാറും. അതോടെ കഴിഞ്ഞോ? 1 വർഷത്തിനുള്ളിൽ നമുക്ക് കുട്ടികളാവും. അതും നീ എന്നെ സ്നേഹിക്കുന്നത് നോക്കുമ്പോ അതിന്റെ അടുത്ത വർഷം തന്നെ ഒരു കൊച്ചും കൂടി. അവരെ വളർത്തണം, നല്ലപോലെ പഠിപ്പിക്കണ്ടേ? നീ കോർപ്പറേഷൻ സ്കൂൾ മതിന്ന് പറയും, ഞാനോ കോൺവെന്റ് തന്നെ വേണോന്ന് പറയും. അന്ന് നമ്മുടെ ഈ സ്നേഹം അവിടെ വെച്ച് അവസാനിക്കും കാർത്തിക്. പണമില്ലെങ്കിൽ കൂടി നമുക്കൊക്കെ ജീവിക്കാം. പക്ഷെ സ്നേഹമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. ജീവിച്ചോ, പണം ഇല്ലാതെ നീ തന്നെ ജീവിച്ചോ. എന്നെ കൊണ്ട് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ പണം മാത്രമാണ് ജീവിതം? സംശയം എന്താ? പണം തന്നെയാണ് ലൈഫ്. എന്റെ വശം ന്യായം പറയാൻ ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കരുത് കാർത്തിക്. 24 വർഷം ഈ മിഡിൽ ക്ലാസ് ജീവിതം ഞാൻ ജീവിച്ചു. ഇനി മുതലെങ്കിലും എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ പോഷായിട്ട് ജീവിക്കണം കാർത്തിക്. 10 വർഷം ജീവിച്ചിട്ട് വിഷമത്തോടെ പിരിയുന്നതിലും നല്ലത് 10 നിമിഷം പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചിട്ട് സന്തോഷമായിട്ട് പിരിയാൻ കാർത്തിക്. നീ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ല അല്ലേ? ഞാൻ നിന്നെ സ്നേഹിച്ചത് സത്യം തന്നെയാ. പക്ഷെ എന്റെ പ്രതീക്ഷകളെല്ലാം ആകെ തളർന്നു പോയി. സോ പ്രാക്ടിക്കലായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അല്ല ഐഷു, നീ എനിക്ക് കുറച്ച് സമയം തന്നു നോക്ക്. ഞാൻ തീർച്ചയായിട്ടും 4-5 കൊല്ലത്തിലൊരു നല്ല കുട്ടിക്ക് പറയുന്ന പോലെ ഞാൻ നിന്നോട് പറയുന്നത്. തന്നെയും പിന്നെ നീ ഒന്ന് എന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന. നീ ശരിക്കും എന്നെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ, എന്റെ നല്ലതിന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവേത് എന്നെ വിട്ടേക്ക്.
ഐഷു ഗോഡ്. സോറി ഐഷു, ഡീസൽ തീർന്നു അതാ. നീ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഐഷു ഐഷു ഐഷു, നീ വണ്ടിയിലിരിക്കും ഐഷു. ഞാൻ പോയി ഡീസൽ വാങ്ങിച്ചോണ്ട് വരാം പ്ലീസ് ഐഷു. ഞാൻ വേഗം തന്നെ വരാം. വണ്ടിക്കകത്ത് റോഡിൽ നിന്ന് കഥ പറയുന്നു, വണ്ടി എടുത്ത് മാറ്റോ. സോറി ചേട്ടാ, വണ്ടിയിൽ ഡീസൽ തീർന്നു പോയി. അതാ. എന്തോന്ന് ഒന്ന് ഡീസൽ സഹായി- ഇല്ലെന്നോ? തന്റെ കയ്യിലിരിക്കുന്നത് ബെൻസ് വണ്ടിയാണല്ലോ, വണ്ടി എടുക്കണോ? വണ്ടി എടുത്ത് ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കേട്ടാ, വണ്ടി സൈഡിലോട്ട് ഒതുക്കാം. വാ 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 തള്ളു 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 വാ 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 തള്ളു 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 ആഞ്ഞു തള്ളു. ബ്രേക്ക് 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 ബ്രേക്ക്. ആ മതി മതി. ആ ഇനി കുഴപ്പമില്ല കുഴപ്പമില്ല. വാ വാ വാ. ആ നേരെ 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 ഇവിടെ നോക്കിക്കാൻ നേരെ. ഐഷു നിന്റെ ഫോണും തരാമോ? ആർക്കാ നീ ഇപ്പൊ കോൾ ചെയ്യാൻ പോന്നെ? നിന്റെ ശബ്ദം കേട്ടാ തന്നെ എല്ലാവരും പേടിച്ചോടും. വലിയ കാര്യത്തിൽ നീ പറയുന്നുണ്ടായിരുന്നല്ലോ, എനിക്ക് ഒരു കുറവും വരുത്താതെ എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന. ഇപ്പൊ സമയത്രേ 3 മണി. അല്ല ഇപ്പൊ തന്നെ നീ വാഷ് ഔട്ടായി. ഇത്രയേ ഉള്ളൂ നീ. എന്റെ ആഗ്രഹത്തിനൊത്ത ഒരു ജീവിതം നിന്നെ കൊണ്ട് എനിക്ക് ഒരിക്കലും തരാൻ പറ്റില്ല കാർത്തിക്. മനസ്സിലായോ? പിടിക്ക്. ഡീസൽ ഒഴിച്ച് അയാൾക്ക് വണ്ടി കൊണ്ടു കൊടുക്ക.